4Kയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. 4Kയിലിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, എന്തൊട്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് തോന്നുന്നല്ലേ? കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഓരോ പണിത്തിരക്ക് കാരണം ജോലി ഒത്തിരി ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ വീഡിയോ. അപ്പം ഞായറാഴ്ചയാണ് നമുക്കൊരു അവധി ദിവസം കിട്ടുന്നത്. ഈ ഞായറാഴ്ച ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് പലപ്പോഴും പുറത്ത് പോയി പുതിയ വീഡിയോ ഒന്നും പിടിച്ചിടാൻ പറ്റാതെ വരുന്നുണ്ട്. അത് ക്ഷമിക്കുക. ഇന്ന് തന്നെയാണേലും ഇന്നത്തെ ഞായറാഴ്ച എവിടെയെങ്കിലും പോയൊരു വീഡിയോ പിടിച്ചിടണമെന്നാണ് വിചാരിക്കുന്നത്. ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലത്ത് പോകാനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഇലവീഴ പൂഞ്ചിറ. ഏതാണ്ട് 3200 അടി ഉയരമാണ് ഇതിനുള്ളത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നല്ല വഴിക്ക് പോകാൻ പറ്റുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും തൊടുപുഴയ്ക്ക് മുട്ടം വഴി തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയെ നമ്മൾ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ആണ് ഇത് കാഞ്ഞിരം കവല എന്ന് പറഞ്ഞ കവലയിൽ നിന്നും നമുക്ക് തിരിഞ്ഞു പോകാം. ഇതുണ്ടോ, തൊടുപുഴ മുട്ടം ഇങ്ങോട്ട് ഇരവീഴ പൂഞ്ചിറ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇരവീഴ പൂഞ്ചിറയ്ക്ക് തിരിയുന്ന റോഡ്. ഈ റോഡ് നമ്മൾ കയറി കഴിയുമ്പോഴേ ആദ്യം നമ്മൾ കാണുന്നത് കള്ളിഷാപ്പും ഉണക്കമീനും ഓറഞ്ചും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ശരിക്കും ഈ റോഡ് നമ്മൾ വരുമ്പോൾ അവരൊരു ചെറിയ കയറ്റങ്ങളൊക്കെയുള്ള വഴികളാണ് എങ്കിലും, തൊടുപുഴയ്ക്ക് പോകുന്ന ഇച്ചിരി കയറ്റം ഇറക്കമൊക്കെയുള്ള വഴികളാണെങ്കിലും അതിലും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഈ റോഡിലൂടെ കുറേ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും വേറൊരു മേഖലയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ഇത് കണ്ടോ, തേക്കിൻ കൂപ്പാന്ന് തോന്നുന്നു. മൊത്തം തേക്കാണ് നിൽക്കുന്നത്, ഒന്നിന് ഇലയൊന്നുമില്ല. ഇപ്പം നമ്മൾ 2025 ഫെബ്രുവരി മാസം 16 നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം ഫെബ്രുവരി ആകുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, പലരും ഇലവീഴ പൂഞ്ചിറയുടെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് ഈ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ട് കാണും, പലരും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിയലായിട്ടും എങ്ങനെയാണ് ഇലവീഴ പൂഞ്ചിറ റിയലായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. നേരത്തെയൊക്കെ ഒത്തിരി പച്ചപ്പും പുല്ലും ഒക്കെ ആയിട്ട് കിടന്നിരുന്ന കാലത്ത് അന്നേരം ശരിക്കും ഇത് എന്താണ് ഇവിടെ ഉള്ളതെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ മേലാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകാനുള്ള സമയം മാറുകയാണ്. പിന്നെ പോയാൽ വലിയ കാര്യമൊന്നുമില്ല. ശരിക്കും ഇവിടെ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ശരിക്കും അവിടുത്തെ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം. എന്നാൽ ഇപ്പം നമുക്ക് സെപ്റ്റംബറിലൊന്നും ഇപ്രാവശ്യം മഴയൊന്നും തീർന്നിട്ടില്ല, ഇടിയൊന്നും തീർന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ജനുവരി ഒരു പകുതി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് കാരണമെന്ന് അറിയാവുന്നവർക്കറിയാം. കാരണം അവിടെ ഏറ്റവും ഉയരം കൂടിയ 3200 അടി സമുദ്രനിരപ്പിൽ നിന്നും കൂടിയ ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ലൈറ്റ്നിങ് എഫക്റ്റ് ഉണ്ട്. ഇത് കണ്ട്, ഇത് നമ്മൾ മേലുകാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മേലുകാവിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്ന കാണും. മമ്മൂട്ടിയുടെയും ശ്രീനിവാസൻ്റെയും കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് പടം പിടിച്ചത് ഈ മേലുകാവിൽ വെച്ചാണ്. വ്യത്യസ്തനാമൊരു ആ പാട്ടൊക്കെ ഓർക്കുന്നത് കാണുമല്ലോ. ബാർബറാം ബാലനെ എന്ന് പറഞ്ഞ ആ പാട്ടൊക്കെ ഉള്ള ആ സിനിമ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ മമ്മൂട്ടിയും ശ്രീനിവാസനും മീനയും അഭിനയിച്ച ആ സിനിമ ഈ മേലുകാവ് വെച്ചാണ് പിടിച്ചത്. ആ മേലുകാവ് കഴിഞ്ഞ് തൊടുപുഴയ്ക്ക് പോകുന്ന മുട്ടത്തിനും ഇടയ്ക്കുള്ള കാഞ്ഞിരം കവല എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഈ റോഡിൽ തിരിഞ്ഞ് കയറിയിരിക്കുന്നത്. ഈ റോഡിൽ ഒരു 2 കിലോമീറ്റർ ഓളം നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഈ ബോർഡ് നമുക്ക് കാണാം. ഇല്ലിക്കക്കല്ലിന് 15 കിലോമീറ്റർ, നമ്മുടെ ഇലവീഴ പൂഞ്ചിറയ്ക്ക് 5 കിലോമീറ്റർ എന്ന് നമുക്ക് ബോർഡ് കാണാം. അപ്പോൾ ഇലവീഴ പൂഞ്ചിറയ്ക്ക് 5 കിലോമീറ്റർ എന്ന് എഴുതിയിരിക്കുന്ന മുകളിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നമ്മൾ മുകൾ ഭാഗത്തേക്ക് നമ്മൾ പോകണം. അങ്ങനെ 5 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തുന്നത്. വീണ്ടും ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇലവീഴ പൂഞ്ചിറ മുനിയറ 4 കിലോമീറ്റർ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം മുനിയറ ഇലവീഴ പൂഞ്ചിറയ്ക്ക് അതിനു മുമ്പാണ് നമ്മുടെ തടാകവും. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന തടാകവും 5 കിലോമീറ്റർ. അത് കഴിഞ്ഞാണ് ഹിൽ സ്റ്റേഷൻ. അങ്ങനെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അവിടെ കാണാനുള്ളത്. മുനിയറയെക്കുറിച്ച് പറയുമ്പോൾ മുനികൾ പണ്ട് താമസിച്ചിരുന്ന വളരെ തണുപ്പുള്ള വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു പ്രത്യേക അറയാണ്. ആ മുനിയറയ്ക്കകത്ത് ഇറങ്ങിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കല്ലിനകത്തൂടെ ഇറങ്ങി അവിടെ താഴെ
ചെന്നെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കിയേ, ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാം. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ പറഞ്ഞ ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയപ്പെടുന്ന 1000 ഏക്കറിന് മേളിൽ പടർന്നു കിടക്കുന്ന 3 മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ തിരിഞ്ഞത് ബേക്കറി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിൽ നിന്നാണല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് 5 കിലോമീറ്ററും കൂടെ ഓടിയാൽ ഈ ഇലവീഴ പൂഞ്ചിറയിൽ എത്തുകയുള്ളൂ. പിന്നെ ഉള്ളത് 4 കിലോമീറ്റർ മുനിയറ. അപ്പം നമുക്ക് പോകുമ്പോൾ തന്നെ ഈ മുനിയറയിലോട്ട് കയറി പോകാനും ഇച്ചിരി ഓഫ് റോഡാണ്. നമ്മൾ ജീപ്പയിലാണൊക്കെ ആൾക്കാർ പോകുന്നതെങ്കിൽ നമുക്ക് ആ ജീപ്പേ തന്നെ കയറിപ്പോകാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ നല്ല വണ്ടികളാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടികൾ കൊണ്ട് അതിലെ കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണ്, ഓഫ് റോഡാണ്. പക്ഷേ ഈ മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും എൻട്രൻസ് വരെ ഈ റോഡ് ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് റബ്ബറൈസ്ഡ് ടാറിങ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. 2 ലൈനാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ, ഏത് ആൾക്കാർക്കും പണ്ടത്തെ പോലെയല്ല, വണ്ടിയും കൊണ്ട് വരാവുന്നതാണ്. പണ്ടത്തെ കാലത്തൊക്കെ കുട്ടികൾ, പിള്ളേരൊക്കെ, നല്ല ത്രില്ലുള്ള പിള്ളേരൊക്കെ ട്രക്കിങ്ങിനായിട്ടൊക്കെയാണ് ഈ സ്ഥലത്തേക്ക് വന്നിരുന്നത്. അന്നൊക്കെ ഈ പുല്ലൊക്കെ വളർന്ന് തലയുടെ മേളിൽ വലിയ പുല്ലായിട്ട് നിൽക്കും. വഴി പോലെ ഇങ്ങനെ ഒരു ഓഫ് റോഡ് കുറേ കല്ലൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിനകത്തൂടെ ബൈക്ക് ഓടിച്ച് ഭയങ്കര റിസ്ക് ഒക്കെ എടുത്താണ് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പണ്ട് എൻ്റെ അനിയനൊക്കെ അവിടെ പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ബൈക്കിലൊക്കെ പോയിട്ട് ഒരു പ്രാവശ്യം വീണിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം ചോദിച്ചപ്പോൾ ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോയതാണെന്നുള്ളത് അന്നവൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. പക്ഷേ എൻ്റെ ഈ ഇത്രയും പ്രായത്തിൽ ജീവിതത്തിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വെറും 50 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് പോവുക. കാരണം നമ്മൾ ഓരോ തിരക്കുകളും കാര്യങ്ങളിലും ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആസ്വാദനമൊക്കെ മാറിപ്പോയി. മക്കൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചപ്പോൾ എൻ്റേതായ കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ കാണുകയോ ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്ന് ഓർത്താണ് ഞാൻ ഈ ഇലവീഴ പൂഞ്ചിറയിൽ എത്തുന്നത്. അപ്പം ശരിക്കും ആരും ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഒത്തിരി ചെറുപ്പക്കാരും പ്രായമുള്ളവരും കുട്ടികളും കമിതാക്കളും കമിതാക്കളുടെയൊക്കെ ഒരു പ്രത്യേക സ്ഥലമാണ് ഇത്. അവിടെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ശരിക്കും ഈ സ്ഥലത്ത് നല്ല ഒരു കുളിർമയുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്, കുളിർമയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ ന്യായമായ തണുപ്പുമുണ്ട്. ഇത് കണ്ടോ, മരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് മുനിയറയിലേക്ക് പോകുന്ന വഴിയാണ്, ഓഫ് റോഡാണ്. അവിടെ നമുക്ക് ഒരു ചെറിയ തടാകമൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഈ സ്ഥലത്ത് വലിയ മഴക്കാലമാകുമ്പോൾ ഈ താഴ്ഭാഗമെല്ലാം ഒരു വലിയ തടാകമായി മാറും. വലിയൊരു തടാകമായിട്ട് ഒരു മൊത്തത്തിൽ മാറുമെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ പോയവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ മരങ്ങൾ ഇതാണ്ട് കുറഞ്ഞ് ചെറിയ കുറ്റിച്ചെടികളിലേക്ക് മാറുകയാണ്. മേളിലേക്ക് ചെല്ലും തോറും വലിയ വലിയ മലകളാണ്. 3 മലകളാണ് അവിടെ നിൽക്കുന്നത്. മണങ്കുന്ന്, കൊടയത്തൂർ ഭീമൻ എന്ന് പറയുന്ന കൊടയത്തൂർ മല, പിന്നെ തോണിപ്പാറ മല എന്നിങ്ങനെ 3 മലകളാണ്. അതിൽ ഓരോ 3 മലകളാൽ ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ 3 മലകളുടെയും നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. ആ തടാകം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇത് ശരിക്കും ഞാനൊരു നോർമൽ വണ്ടി യാത്ര ചെയ്യുന്ന സ്പീഡിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അത് ഞാൻ സ്പീഡ് കൂട്ടുവോ, മറ്റുള്ളവരെ കാണിക്കുന്ന പോലെ സ്പീഡ് കൂട്ടുവോ പടപടപടയെന്നാക്കുകയോ ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ലായിട്ടൊന്നുമല്ല. ഞാനത് ചെയ്യാത്ത എന്നാന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് അതിൻ്റേതായ നാച്ചുറലായിട്ട് 100% നാച്ചുറലായിട്ട് എഡിറ്റിങ്ങിൻ്റെ കൃത്രിമത്വവും എഡിറ്റിങ്ങിൻ്റെ ഇതൊന്നും കാണിക്കാതെ, ക്യാമറ ട്രിക്കുകളൊന്നും കാണിക്കാതെ നാച്ചുറലായിട്ട് 100% നാച്ചുറലായിട്ട് എന്താണോ അവിടെ കാണുന്നത് ആ കാണുന്ന സാധനം അതേപടി പകർത്തി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഡിറ്റിംഗ് ഓവറായിട്ട് ചെയ്യാത്തത്. എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ ഞാൻ 1000കണക്കിന് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിട്ടും കല്യാണമായിട്ടും മറ്റ് പല രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എഡിറ്റിംഗ് രീതികളൊക്കെ അറിയാം. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എഡിറ്റിംഗ് രീതിയേക്കാളൊക്കെ വളരെ സിമ്പിളാണ് ഇപ്പോഴത്തെ എഡിറ്റിംഗ് രീതി.
അന്ന് കനോപ്പസിൻ്റെ കാർഡൊക്കെ വെച്ച് അഡോബ് പ്രീമിയറിലൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അന്ന് ഇത്രയൊന്നും ഫെസിലിറ്റിയോ ഇത്രയും സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇന്നൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നല്ല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്നുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ഈ പ്രകൃതിയിൽ കാണുന്നത്, ഇതിനെ എക്സ്റ്റാഗ്രേറ്റ് ചെയ്ത് പറയാതെ, കൂടുതലായിട്ട് പൊക്കി പറയാതെ, ഒട്ടും കുറച്ചും പറയാതെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് ക്യാമറയിൽ ഒപ്പി നിങ്ങളുടെ കണ്ണിലേക്ക് തരുന്ന ആ 100% നാച്ചുറലായ വീഡിയോസ് ആയിരിക്കും. യാതൊരു കള്ളവും പറയാതെ, ഒന്നും കൂട്ടി പറയാതെ, ഒന്നും കുറച്ച് പറയാതെ, എന്താണോ റിയൽ ഫാക്ടർ, 100% റിയൽ ഫാക്ടറാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴിതാണ്ട കാര്യങ്ങളെല്ലാം മാറി. മരങ്ങൾ അതിലെ ഇല്ലേ ബോഷ് പോലെ അതിലെ ഇതിലെയൊക്കെ കുഞ്ഞു മരങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി മുഴുവൻ ചുമ്മാ പുല്ല് വളർന്നു തുടങ്ങി. പുല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഒറ്റ മരമില്ലാത്ത സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ. ഈ കിടക്കുന്ന ജീപ്പുകളെല്ലാം നമ്മളെ ടോപ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ജീപ്പുകളാണ്. കുറേ ജീപ്പുകളുണ്ട്. ഈ വരുന്ന ആൾക്കാർക്കൊന്നും നടന്നു കയറിപ്പോകാൻ പറ്റിയല്ല മക്കളെ, വലിയ പാടാണ്. അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും എല്ലാം വരുന്നവർക്കും ഇതാണ് ഇവിടെ നിന്നാണ് ഇത് സ്റ്റോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. ഈ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കയറി പോകണമെങ്കിൽ തന്നെ നമുക്ക് നടന്നു വേണേൽ പോകാൻ പറ്റുന്നവർക്ക് നടന്നു പോകാം. നടന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2 കിലോമീറ്റർ എന്താണേലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് കുത്തനെയുള്ള കയറ്റമാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ അത് കല്ല് പാകിയിരിക്കുകയാണ്. കല്ല് പാകിയിരിക്കുന്ന ആ കല്ലുകളെല്ലാം തന്നെ മിക്കവാറും ഇളകി കിടക്കുകയാണ്. ഇതിപ്പോൾ താഴോട്ട് പോകുന്ന ഈ വഴി എന്ന് പറഞ്ഞാൽ കാഞ്ഞാറിന് പോകുന്ന വഴിയാണ്. കാഞ്ഞാറ്റിൽ നിന്ന്, അതായത് നമുക്ക് മൂലമറ്റം തൊടുപുഴ പോകുന്ന റോട്ടിൽ നിന്ന് കാഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കയറി വരുന്ന ഒരു വഴിയാണത്. ആ വഴിയെക്കുറിച്ച് പറയുമ്പോൾ ആ വഴി വരാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം എന്നാണ്, നമ്മളിവിടെ വന്നു, നമ്മളിപ്പോൾ ജീപ്പ് വിളിച്ച് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ജീപ്പ് വിളിച്ച് പോകുന്നതിനൊരു ത്രില്ലില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് മുനിയറയും നമ്മുടെ തടാകവും കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയെ തന്നെ തിരിച്ചു പോയിട്ട് തടാകത്തിൻ്റെ പുറത്ത് നമ്മൾ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്ന് കയറി പോയി വീഡിയോ എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ മരങ്ങളെന്ന് പറയുന്ന സാധനമില്ല. ഒരു ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നാലും അവൻ കാറ്റടിച്ചും തണുപ്പടിച്ചും തീർന്നു പോകും. ഇത് കണ്ടില്ല, അതൊക്കെ ചെറിയ ബോഷ് പോലത്തെ കുറ്റിമരങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ പുല്ലാണ്. അതുകൊണ്ട് ആ മലയിൽ അവിടെ മുഴുവൻ പാറയിൽ ഒരു മരം ഉണ്ടാകില്ല. അത് ആണ് സത്യം. അപ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളൊക്കെ പോവും. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ പോയതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ തടാകത്തിൻ്റെ അങ്ങോട്ട് വരികയാണ്. നമുക്ക് തടാകം കണ്ടിട്ട് മുനിയറയും കണ്ടിട്ട് വ്യൂ പോയിൻറ്റിലേക്ക് പോയതായിരുന്നു. പക്ഷേ നമുക്ക് മുനിയറയുടെ അങ്ങോട്ട് കയറി പോകണമെങ്കിൽ ജീപ്പേലോ എല്ലാം പോകാൻ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി SUV ആണെങ്കിലും ഫ്രണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എടുത്ത് നമ്മളൊരു 1000 രൂപയാണ് ഈ 3 സ്ഥലത്തൂടെ പോകുന്നതിന് ജീപ്പുകാർ മേടിക്കുന്നത്. പിന്നെ വ്യൂ പോയിൻ്റ് മാത്രം കയറി പോകുന്നതിന് 500 രൂപയാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഈ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ആവശ്യമില്ലാതെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. ഇരവില പൂഞ്ചിറ തടാകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തടാകത്തിൻ്റെ റോഡ് സൈഡിൽ നമ്മൾ വണ്ടി ഇട്ടു. അതിലെ വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. ചിലർ ജീപ്പും ബൈക്കും ഒക്കെ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പൈസയ്ക്ക് മുതലിന് ചൂടുള്ള ആരും ഇറക്കിക്കൊണ്ട് പോകത്തില്ല. പോയി കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആടിപ്പൊഴിഞ്ഞ് കണ്ട കുഴിയിലൊക്കെ ചാറി ടയർ പൊട്ടിപ്പോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അങ്ങോട്ട് പോകാൻ ഈ പറയുന്ന യാതൊരു ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ കയറ്റമൊന്നുമില്ല. ഇതാണ് ആ വഴിക്കാണ് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളൊരു 360 ക്യാമറയിൽ വേറൊരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആംഗിൾ വീഡിയോയും എല്ലാം വ്യത്യാസമായിരിക്കും. അത് ആ വീഡിയോ ഞങ്ങൾ വേറെ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ട് സെക്കൻഡ് പാർട്ടായിട്ട്. അതിൻ്റെ കാഴ്ചകൾ വേറൊരു കാഴ്ചയായിരിക്കും. ഇതുപോലെയല്ല, കുറച്ചും കൂടെ റേഞ്ച് വൈഡായിട്ട് കിട്ടും. ഇത് നമ്മൾ മൊബൈലിലെടുക്കുന്ന വീഡിയോസാണ്. ഈ മൊബൈലിലെടുക്കുന്ന വീഡിയോസിന് കുറച്ചുകൂടെ അടുപ്പം കിട്ടും. അതായത് വൈഡ് കുറവാണെങ്കിലും വീഡിയോ കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് ക്ലോസ്ഡ് വീഡിയോ കിട്ടും. മറ്റേതിനകത്ത് അധികം ക്ലോസ്ഡ് വീഡിയോ കിട്ടിയല്ല, റേഞ്ചിൽ വൈഡായിട്ടുള്ള വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്യാമറകളാണ്. രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് രണ്ടായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത്, മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ വേറൊരു കാഴ്ച അനുഭവമാണ് അതേ കാണുന്നത്.
ഇതിന് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു റിയലായിട്ടൊരു മനുഷ്യൻ കാണുന്ന അതേ അനുഭവമാണ് നമ്മുടെ ഈ മൊബൈലിനകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഇച്ചിരി ഉണ്ട് നടക്കാൻ, ഇങ്ങനെ നടന്നു. ഇവിടെ വന്ന് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ജീപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ജീപ്പ് വന്നിരിക്കുന്ന ആൾക്കാർ ഈ പൂഞ്ചിറയിലോട്ട് ഇറങ്ങുകയാണ്. അതൊരു ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫെബ്രുവരി 16 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം വെള്ളമെല്ലാം തന്നെ എല്ലായിടത്തും പറ്റി തുടങ്ങിയിട്ടുണ്ട്. കിണറ്റിലൊക്കെ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അവിടെ നല്ല അടിപൊളി കണ്ണീര് പോലെയുള്ള വെള്ളം കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടം ഒക്കെ ഒരു ചെറിയ കുറ്റി മരങ്ങളൊക്കെ പോലെ ഉണ്ട്. ഇതിനെ 1-2 കഥകൾ പറയുന്നുണ്ട് ഈ തടാകത്തെ ചുറ്റിപ്പറ്റി. ഇതിൽ ഒരു കഥ തന്നെ മാറ്റി പറയുന്നതാണോ തിരിച്ചു പറയുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അമൃത് സരോവർ കുടിവെള്ളം ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനമാക്കുകയോ ചെയ്യാൻ പാടില്ലെന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ ശുദ്ധമായ ഒരു വെള്ളമാണ്. ഇതിനകത്തുനിന്ന് വെള്ളം പൈപ്പൊക്കെ ഇട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ ജലാശയത്തിൽ നിന്ന്. ഈ തടാകത്തെക്കുറിച്ച് ചുറ്റിപ്പറ്റി ഉള്ള 2 കഥകൾ പറഞ്ഞല്ലോ, ആ 2 കഥ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഈ ഭീമസേനും പാഞ്ചാലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. പണ്ട് പഞ്ചപാണ്ഡവന്മാർ നമുക്കറിയാമല്ലോ, മഹാഭാരത കഥ. പഞ്ചപാണ്ഡവന്മാർ വനവാസം ചെയ്തിരുന്ന ഒരു കാലത്ത് അവർ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസം പോലെ. അപ്പോൾ അവർ വന്ന് താമസിച്ചിട്ടുള്ളതിനായ ചില തെളിവുകൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് പാഞ്ചാലി മേട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു ദിവസം നിങ്ങളെ കൊണ്ട് ഞാൻ കാണിക്കാം. പാഞ്ചാലി മേടിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പാഞ്ചാലി മേടെന്ന് പറഞ്ഞാൽ അന്ന് പാഞ്ചാലിയും പാണ്ഡവന്മാരും വന്ന് താമസിച്ച അവരുടെ കാൽപ്പാടൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ആ കാൽപ്പാട് കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. പാറയിൽ അവരുടെ കാൽപ്പാടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനൊരു ദിവസം പോയി എടുത്ത് നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പം ശരിക്കും ഈ പാഞ്ചാലിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭീമസേനൻ കുത്തിക്കൊടുത്തതാണ് ഈ കുളം, ഈ അമൃത സരോവർ കുളം. അപ്പം ഈ കുളത്തിൽ പാഞ്ചാലി കുളിക്കുന്ന സമയത്ത് ആരും കാണാതിരിക്കാനും ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റും 3 മലകളുണ്ടാക്കി, മലകളാൽ ചുറ്റപ്പെടുത്തി മലകളുണ്ടാക്കി ആണ് ഈ തടാകം സംരക്ഷിച്ചിരിക്കുന്നത്. തടാകത്തിലേക്ക് ഇതാണ് അതിൻ്റെ വഴി. ഇതിൽ ഇറങ്ങി നമുക്ക് ചുറ്റും നടക്കാം. തടാകത്തിന് ചുറ്റും അതിൻ്റെ സൈഡിൽ നല്ലപോലെ കല്ലൊക്കെ കെട്ടി ചുറ്റും സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തടാകത്തിന് ചുറ്റും നല്ല കൈവരി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഇതിനെ ഇവിടെ നോക്കിയിട്ടുണ്ട്. നല്ല രസമായിട്ട് കാണാം. ഒരൊറ്റ ഇല പോലും ഈ തടാകത്തിൽ കാണാൻ വേണ്ടി ഞാൻ ഈ തടാകത്തിന് ചുറ്റും നടന്ന് ഞാൻ വീഡിയോ എടുത്ത് നോക്കി. ഒരൊറ്റ ഇല പോലും. ഇതുകൊണ്ട് സ്റ്റെപ്പൊക്കെ നല്ല സ്റ്റെപ്പൊക്കെ കെട്ടി ഇതിനകത്തോട്ട് താഴോട്ട് ഇറങ്ങി വരാം. തടാകത്തിനകത്ത് ഇറങ്ങുകയോ മലിനമാക്കുകയോ ചെയ്യാതെ ഇരുന്നാൽ മതി. ആരും ഇറങ്ങി അങ്ങനെ മലിനമാക്കുകയൊന്നും ഇല്ലല്ലോ. കുടിക്കുന്ന വെള്ളമല്ലേ, ആ വെള്ളം എടുത്ത് കുടിക്കാം, ധൈര്യമായിട്ട് കുടിക്കാം. യാതൊരു മാലിന്യവുമില്ല. പ്രകൃതിയുടെ എല്ലാ ചെരുവുകളും ചേർന്ന് യാതൊരു മാലിന്യവുമില്ലാതെ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ വെള്ളം, കണ്ണീർ വെള്ളമാണിത്. ഞാനിതിന് ചുറ്റും ഇങ്ങനെ നടന്ന് ഇതിൻ്റെ കൈവരിയൊക്കെ നല്ല രസമായിട്ട് ഇതുണ്ട്. ഈ മല തൊട്ടടുത്ത് തന്നെ മലയാണ്, ചുറ്റും മലയാണ്. ഈ ചുറ്റും മലയുടെ അപ്പുറം നിന്ന് വേണം ഒരാൾക്ക് ഇങ്ങോട്ട് വരാനോ നോക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ശരിക്കും പ്രൈവസി ഉണ്ട്, നല്ല പ്രൈവസിയാണ് ഈ തടാകത്തിന്. അപ്പോൾ പാഞ്ചാലിക്ക് പ്രൈവസി ആയിട്ടുള്ള ഒരു ജലാശയം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഭീമസേനൻ. ആ ഭീമസേനൻ്റെ പ്രൈവസിയിലാണ് ഈ ജലാശയം നിൽക്കുന്നതെന്ന് ഒരു കഥയുണ്ട്. പിന്നെ ഇതുകൂടാതെ നമ്മളുടെ ഇവിടെ ഉള്ള അടുത്ത ഒരു കഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എങ്ങും മരങ്ങളില്ലാതെ വന്നതിൻ്റെ കഥ എന്താണെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് മരങ്ങളില്ലാതെ വരുന്ന കഥയും പറയാം, അതിൻ്റെ വേറൊരു ചിന്തയും പറയാം. അതായത് ശിവപാർവതിമാരെ നമ്മളെല്ലാവരും അറിയല്ലോ. അതിൽ നമ്മുടെ പാർവതീദേവി ഈ കുളത്തിൽ കുളിക്കാൻ വന്നു. പാർവതീദേവി കുളിക്കാൻ വന്ന സമയത്ത്
ഈ അപ്പോൾ അങ്ങനെ ഈ പാർവതി ദേവിയെ നമുക്കറിയാമല്ലോ, അതീവ സുന്ദരിയായ പാർവതി ദേവി കുളിക്കുന്ന സമയത്ത് ഈ മരങ്ങളുടെ ഇടയിലിരുന്ന് ഈ ദേവന്മാർ ഒളിഞ്ഞു നോക്കി. ദേവന്മാർ അസുരന്മാരും ഉണ്ടല്ലോ, അപ്പോൾ ദേവന്മാർ ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കിയത് എങ്ങനെയോ നമ്മൾ ശിവൻ എന്ന് പറയുന്ന ആൾ എല്ലാം അറിയുന്ന ആളാണല്ലോ. ശിവൻ അത് മനസ്സിലായി. ശിവൻ വളരെ കോപാകുലനായി. തൻ്റെ ഭാര്യ കുളിക്കുന്ന സമയത്ത് മരങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞു നോക്കിയ ദേവന്മാരെ കൂട്ടത്തോടെ ശപിച്ച് ഭസ്മമാക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഭസ്മമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കപ്പോൾ ഈ നമ്മുടെ ദേവേന്ദ്രൻ വന്ന് ശിവൻ്റെ കാല് പിടിച്ചു. അത് പിള്ളേർക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാണ്. നമുക്കറിയാലോ, ഈ നാട്ടിൻപുറത്ത് ഈ മരങ്ങളുടെ ഇടയിലിരുന്ന് ഈ കുളിക്കടവുകളിൽ ഒളിഞ്ഞു നോക്കുന്ന കുറേ ദേവന്മാരെ നമുക്കറിയാം. നമ്മുടെ നാട്ടിലും കാണും ഒന്ന് രണ്ട് ദേവന്മാരും ഒന്നൊന്നും അല്ല, ഒന്നിൽ കൂടുതൽ ദേവന്മാരുണ്ട്. ഇപ്പം സ്ത്രീകളൊക്കെ തോട്ടിലും ആറ്റിലുമൊക്കെ കുളി കുറവായതുകൊണ്ട് അങ്ങനെയുള്ള ദേവന്മാരെ അധികം നമുക്കിപ്പോൾ കാണാൻ പറ്റിയല്ല. അല്ലെങ്കിൽ നമുക്ക് ഇവന്മാരെ എല്ലാം അറിയാം. എൻ്റെ നാട്ടിലും ഉണ്ടായിരുന്നു കുറേ ദേവന്മാർ. അങ്ങനെയുള്ള ഈ ദേവന്മാരെ ശിഖഭഗവാൻ ഇവന്മാരെ ഭസ്മമാക്കി കളയാൻ മാത്രം കലി പുള്ളിക്ക് വന്നു. നമുക്കാണേലും വരും, ആർക്കാണേലും വരും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ദേവേന്ദ്രൻ വന്ന് ശിവൻ്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നങ്ങന്ന് ഇവന്മാരെ ഒന്നും ഇല്ലെന്നാക്കല്ലേ, പിള്ളേരൊരു ചെറിയ അവസ്ഥ കാണിച്ചു പോയി. അങ്ങയുടെ ഭാര്യയാണെന്ന് ഇവന്മാർക്ക് അറിയില്ലായിരുന്നു. ഇവന്മാരുടെ അറിവുകൾ, ഇവന്മാരെ എവിടെ കുളിച്ചും കണ്ടാലും ഈ മരത്തിനിടയിൽ നോക്കുക എന്നുള്ള ഇവന്മാരുടെ ഒരു പരിപാടിയായിപ്പോയി. അതുകൊണ്ട് ആരാന്നുള്ളത് തിരിച്ചറിയാതെ ആളും തരവും കാണാതെ ചെയ്തു പോയ ഒരു പാപമായതുകൊണ്ട് അതൊന്ന് പുറത്തു തരണം എന്ന് പറഞ്ഞ് ഭയങ്കര കാലപ്പിടുത്തവും കാര്യങ്ങളൊക്കെ നടന്നതിൻ്റെ പേരിൽ എന്നാണെങ്കിലും ശിവന് കോപം വന്നു കഴിഞ്ഞാൽ എന്നാണേലും പുള്ളിക്കത് ശാപം ഇഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ പറ്റിയല്ലെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ശാപം ഇവന്മാരുടെ തലയിലടിക്കാതെ, അതായത് നമ്മുടെ ദേവേന്ദ്രൻ്റെ മേലും ദേവേന്ദ്രൻ്റെ മറ്റുള്ള ദേവന്മാരുടെ പേരിലും അടിക്കാതെ പുള്ളി ആ ശാപം ഇവിടുത്തെ മരങ്ങളുടെ മേത്തേക്ക് വിട്ടെന്നുള്ളതാണ് ഐതിഹ്യം. അതനുസരിച്ച് ഈ ഏരിയയിൽ ഒറ്റ മരമില്ല. പിന്നെ ഒന്ന് രണ്ട് മരം ആ തടാകത്തിൻ്റെ അവിടെ നിപ്പുണ്ട് എന്നുള്ളതല്ലാതെ ഒരു മരം പോലും ഇവിടെയില്ല. ഒരില പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ നിൽക്കുന്ന മരങ്ങളുടെ ഒറ്റ ഇല പോലും. മറ്റേ ക്യാമറയ്ക്കകത്ത് ആ വീഡിയോ ശരിക്കും ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചുറ്റും നടന്ന് മറ്റേ വൈഡ് ക്യാമറ വെച്ച് ഒരു ഇല കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇല പൂഞ്ചെറ എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഇത്രയും 100%, 101% ഇത്രയും ഇലകൾ അവിടെ നിൽക്കുന്ന ഈ ഇല കൊഴിയുന്ന ഈ സമയത്ത് അവിടെ കുഞ്ഞു കുറേ ബോഷായിട്ടുള്ള ചെറിയ മരങ്ങളുണ്ടെന്നേ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരങ്ങളുണ്ടല്ലോ അതിൻ്റെ ഇല, അല്ലെങ്കിൽ പുല്ലുണ്ട്, അതിൻ്റെ പുല്ല് വീഴണ്ടേ. അതുപോലും വിരാതെ കാറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അത്ര അങ്ങ് തോന്നുന്നില്ല. അതിന് മാത്രം കാറ്റും പ്രത്യേകതയൊന്നും ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്താണേലും ശാസ്ത്രത്തിൻ്റെതായ വഴി ഞാൻ വിടുന്നു, വിശ്വാസത്തിൻ്റെതായ വഴി വിടുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യരെന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയാം, നമുക്കെല്ലാം അറിയാം, നമ്മൾ വലിയ അറിവുകാരനാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലോകമണ്ടത്തരമാണ്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തൊട്ട് മരിക്കുന്ന വരെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളും ഈ ദൈവികമായ സത്യങ്ങളും ശാസ്ത്രീയമായ സത്യങ്ങളും ദൈവവിശ്വാസങ്ങളും ദൈവവിശ്വാസം ഇല്ലായ്മയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഈ മനുഷ്യൻ്റെ മുഴുവൻ ജീവിതവും വളരെ നിസ്സാരമായ ഒരു ജീവിതമാണ്. പുഴുക്കൾക്ക് തുല്യമായ ജീവിതമാണ്. ഈ പ്രപഞ്ച സത്യങ്ങളിലെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും അറിയാത്ത ഒരു മൂല പോലും, ഈ ലോകത്തിൻ്റെ ഒരു മൂല പോലും തിരിച്ചറിയാതെ തീർന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അവിടെ നിന്നൊരു ജീപ്പ് വരുന്നതാണ്, തടാകം കാണാൻ ആൾക്കാർ ജീപ്പ് വിളിച്ച് വരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നാണേലും ഈ ജീപ്പുകാർ നല്ല സർവീസാണ് ചെയ്യുന്നത്. ഫ്രണ്ട് വീലൊക്കെ ഉള്ള നല്ല ജീപ്പ് വെച്ച് അവിടെ കയറി പോകത്തുള്ളൂ. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ മേടിക്കുന്ന 1000 രൂപ വലിയ കൂടുതലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാണേലും ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ടി 3/4 മണിക്കൂർ ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ല, അവിടെ നിന്നൊരു ബൈക്ക് വന്നതിൻ്റെ പേരിൽ കയറിപ്പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുള്ളി ഒരു ബൈക്കുകാരൻ പയ്യനെ ഇറക്കിക്കൊണ്ട് വന്നാണ്
ബൈക്ക് പ്രത്യേക രീതിയിൽ ഇച്ചിരി പൊക്കമൊക്കെ ഓഫ് റൈഡ് ചെയ്യാവുന്ന ബൈക്കാണത്. അപ്പോൾ ആ ബൈക്ക് ഇറക്കാൻ പറ്റിയില്ല, പിന്നെ അതെന്തിനാ അത്രയും കാശ് കൊടുത്ത് മേടിച്ചെന്ന് ആ പയ്യൻ ചിന്തിക്കും. അതുകൊണ്ട് അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവനത് ഇറക്കി കൊണ്ടുപോയി മിടുക്കൻ. നമുക്കോ സാധിച്ചില്ല, അവർക്ക് പുതിയ തലമുറയ്ക്കെങ്കിലും സാധിക്കട്ടെ, അവരെല്ലാം ആസ്വദിക്കട്ടെ, ആയുള്ള ഒരു കുഞ്ഞു മനുഷ്യ ജീവിതം അവർ ആഘോഷിക്കട്ടെ. ഇതാണ്ട് ബൈക്ക് ജീപ്പ് കയറി പോകുന്നു. ജീപ്പ് ഫ്രണ്ടുള്ള ജീപ്പാണ്, അങ്ങനെ കയറിപ്പോയി ഈസി ആയിട്ട് കയറി പോയിക്കോളും. അത് പൊടിയാണ്, ഒരു വല്ലാത്ത പൊടി വരുന്നുണ്ട്. ഈ പൊടിക്കൊരു ഭയങ്കര ടേസ്റ്റ്. സാധാരണ പൊടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുമ്മുകയും ഇതുമൊക്കെയല്ലേ ചെയ്യുന്നത്. ഈ പൊടിക്കകത്ത് നമ്മൾ കുളിച്ചിട്ട് ഇത് വായി കയറിയിട്ട് വായിലൊരു രുചി തോന്നുന്നു. എന്തൊരു അത്ഭുതമായിരിക്കുന്നു. ഇതുണ്ടോ എന്ത് പൊടിയാണെന്നുണ്ടോ. ഈ പൊടിക്ക് ഭയങ്കര ടേസ്റ്റ്. അത് നമ്മൾ വായി ചെന്നിട്ട് നമുക്ക് ഇറക്കാൻ തോന്നുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് എത്ര കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. റിയൽ മണ്ണ് ഇതാണ്. നമ്മുടെ ഇവിടെ മണ്ണൊന്നും അല്ലല്ലോ, കണ്ട കെമിക്കൽസും കണ്ട വേസ്റ്റും എല്ലാം ഇട്ട് നാശിപ്പിച്ച് നാറാണക്കല്ലാക്കിയ ഭൂമിയല്ലേ, മലിനമാക്കിയ ഭൂമി, മലിനമായ തടാകങ്ങളും അല്ലേ നമുക്ക് ടൗണിലെല്ലാം ഉള്ളത്. പക്ഷേ ഇതൊട്ടും മലിനമാകാത്ത ഒറിജിനലായിട്ടുള്ള പ്രകൃതിയുടെ പൊടിയാണ്. ആ പൊടിക്ക് അന്യായ ടേസ്റ്റാണ് മക്കളെ, അന്യായ ടേസ്റ്റാണ്. പിന്നെ വാരി തിന്നാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ചിലർ കമൻ്റ് അടിക്കുമായിരിക്കും, എന്നാൽ പിന്നെ ചില പൊടി വാരി ചേട്ടൻ തിന്നിട്ട് പോരാൻ പറയുമായിരിക്കും. അത് വേണ്ട. ഈ പറന്നു വന്ന പൊടി മൂക്കിൽ കൂടെ കയറി വായി വന്നപ്പോൾ നമുക്ക് സാധാരണ തുമ്മലും ഇതൊക്കെയാണ് നമുക്ക് സാധാരണ ഉണ്ടാകുന്നത്. ആ തുമ്മലും ഇതൊന്നും ഉണ്ടാകാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന് വായി നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് വന്നത്. പിന്നെ അത് ഞാനങ്ങ് ഷെയർ ചെയ്യുന്നുള്ളൂ. റിയലായിട്ടും അങ്ങനെ തോന്നി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നി. അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. വീണ്ടും ഞങ്ങൾ നടന്ന് 500 രൂപ ലാഭിച്ച് നടന്ന് ഞങ്ങൾ റോട്ടിലെത്തിയിട്ടുണ്ട്. ജീപ്പ് വിളിക്കാഞ്ഞുകൊണ്ടാണ് ലാഭിച്ചത്, വേറൊന്നും കൊണ്ടല്ല. റോഡിലെത്തി നടന്ന്, ഏതൊക്കെ ഇച്ചിരി എക്സസൈസ് ഇച്ചിരി ആരോഗ്യമൊക്കെ വേണ്ടേ, അല്ലാതെ എല്ലാം നമ്മൾ വണ്ടിയെ തന്നെ എപ്പോഴും ഫുൾ ടൈം നടന്നു കഴിഞ്ഞാൽ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് പോകാനും ഞങ്ങൾ നടന്ന് കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് വരെ നടന്ന് കയറി പോകാനാണ്. കയറാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും ജീപ്പ് വിളിക്കുന്നില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ്. ആ നിശ്ചയത്തിൽ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി തിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം മുനിയറ ഇപ്പോൾ കാണാൻ പോകുന്നില്ല, അവിടെ ഒന്നും കാണാനില്ല. ഞാൻ വേറെ ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ്. മുനിയറ പ്രത്യേകിച്ച് കാണാനോ ഒരു പ്രകൃതി സൗന്ദര്യം ഒന്നുമില്ല, ഒരു പുത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് അതിനൊരു ഇത് ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഞങ്ങൾ ആലോചിച്ച്. ഞങ്ങളോട് ഒരു 5-6 പേര് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ അവര് അവരുടേതായ രീതിയിൽ അങ്ങ് വിട്ടിരിക്കുകയാണ്. വ്യൂ പോയിന്റ് ആണ് കൂടുതലും. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് ഓർത്ത് അവരെ അങ്ങോട്ട് മാറ്റിയതാണ്. ഇടയ്ക്ക് ഞാൻ അവരെ പരിചയപ്പെടുത്താം. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. വ്യൂ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ആണ്. ഈ മലകൾ കണ്ടല്ലോ ഇരിക്കുന്ന 3 മലകളാണ്. നമുക്ക് അതിലെ ഏറ്റവും വലിയ ഭയങ്കരൻ കുടയത്തൂർ ഭീമൻ എന്ന് പറയുന്ന പാർട്ടിയാണ്. അവനെ ആണ് ഏറ്റവും വലിയ മല. മറ്റേ 2 മലകളും താരതമ്യേന മറ്റേ കുടയത്തൂർ ഭീമനേക്കാളും കുറച്ചുകൂടെ ചെറുതാണെന്ന് മാത്രം. എന്നാണേലും ഒറ്റ മരം പോലും ഉണ്ടാകാത്ത, ഒരു ചെടി പോലും ഉണ്ടാകാത്ത നല്ല പാറയാൽ കെട്ടപ്പെട്ട മലകളാണ് ഇവ 3. അപ്പോൾ അവിടെയിലെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മണ്ടയിലാണ് നമ്മൾ വ്യൂ പോയിന്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഞ്ഞാറിന് പോകുന്ന വഴിയെ തിരിച്ചു നമ്മൾ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ കാഞ്ഞാറ്റിൽ നിന്ന് ഒരു റോഡുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങോട്ട് വരാൻ 2 വഴിക്കുന്ന് വരാം. അതായത് മൂലമറ്റം തൊടുപുഴ വഴിയിൽ നിന്ന് കാഞ്ഞാറിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറയ്ക്ക് കയറി പോകുന്ന ഒരു വഴിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വഴിക്ക് നമ്മളിപ്പോൾ ഇറങ്ങി പോവുകയാണ്. ആ വഴിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വഴി ഇടയ്ക്കെല്ലാം ഒത്തിരി വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം കംപ്ലീറ്റ് ടാർ ചെയ്ത് തീർന്നിട്ടില്ല. അപ്പോൾ ആ ഭാഗം അവർ ചിലപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈൽസ് ഇടാനോ വല്ലതും ആയിരിക്കും അവിടെ നിർത്തിയിട്ടുണ്ട്. ഉടനെ അത് ചെയ്യുമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികൾക്ക് അതിലെ കയറി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ജീപ്പിനെ കയറി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിലെ ഞങ്ങൾ കുറച്ച് പോയി കാഞ്ഞാറ് അടുക്കാറായപ്പോൾ ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി വളരെ മോശം ഇത് കണ്ടതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് ഇതുണ്ട്, ഇവിടെയൊക്കെ ഇത്രയും ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, കടന്നു പോവും വണ്ടികൾ, SUV-കളൊക്കെ പോവും.
എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള കാറുകൾ അതിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള റോഡെന്ന് പറയുന്നത് നമ്മുടെ കാഞ്ഞിരംകവലയിൽ നിന്ന് തന്നെ തിരിഞ്ഞ് കയറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുൾ ഫിനിഷ്ഡ് വഴിയാണ്. ഒരു സ്ഥലത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത വഴിയാണ്. അത് പുതിയതായിട്ട് ഒരു വർഷം കണ്ട് ആയുള്ളൂ അത് എല്ലാം പണിയെല്ലാം തീർന്നു വന്നിട്ട്. ആ റോഡിലേക്ക് നമ്മൾ തിരിച്ചു പോന്നു. അവിടെ നമ്മൾ കാഞ്ഞാറിന് ഇറങ്ങി പോകാൻ നോക്കിയില്ല. റിട്ടേൺ വന്ന് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. കലുങ്ക് കെട്ടുകയാണ് ആ റോഡ് ഒരിക്കലും നശിച്ചു ഓഫ് റോഡായി പോകാതിരിക്കാൻ നല്ലത്. അതൊക്കെ ഇത്രയും കാശെല്ലാം മുടക്കി ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് കലുങ്ക് പണിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കലുങ്ക് പണിത് അവിടെ കൂടെ ശരിയായ കാഞ്ഞാറ്റിൽ നിന്ന് കയറി വരുന്നവർക്ക് ഏത് കാറിലും കയറി വരാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേ വഴിക്ക് തന്നെ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ വീണ്ടും വ്യൂ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വ്യൂ പോയിന്റിൽ ഇപ്പം നമ്മൾ കയറാൻ ഒരു ഇച്ചിരി സമയം ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് വെയിലാറിയിട്ട് വ്യൂ പോയിന്റിലേക്ക് കയറി പോകാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒന്ന് നമ്മൾ താഴേക്ക് ഒന്നുകൂടെ പോയി അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ഫ്രഷായിട്ട് തിരിച്ചു വന്ന് ഇപ്പം തന്നെ നമ്മൾ മലകയറ്റം തുടങ്ങുന്നതാണ്. അപ്പം ജീപ്പ് വിളിച്ച് പോകുന്നില്ല. മലയുടെ മണ്ടയിൽ നടന്ന് തന്നെ കയറാൻ പറ്റുന്നതോളം കയറാൻ പറ്റുന്ന സ്ഥലത്ത് വരെ പോവുകയാണ്. ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കയറി കാണാം. ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കോ കൂടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടൊന്നും ഇടാൻ പറ്റത്തില്ല. ഇതിൻ്റെ മണ്ടയിൽ ഒരു തുള്ളി വെള്ളമില്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ചായക്കടകളോ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ കുറവാണ്. 1-2 ഒക്കെ വിരലെണ്ണാവുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് താഴെ ഞങ്ങളൊരു സ്ഥലത്ത് വന്നു. അവിടെ വലിയ കുഴപ്പമില്ല. അവിടെ ഒരു നല്ല ചായക്കടയുണ്ട്. ഇത് തടാകമാണ്. ഈ തടാകമൊക്കെ മഴയായി കഴിയുമ്പോൾ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞു വരുന്ന തടാകങ്ങളാണ്. അപ്പോൾ അങ്ങനെ അവിടെ വന്നു. അവിടെ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അവിടെ നമുക്ക് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ബാത്റൂമിലൊക്കെ പോകേണ്ടവർക്ക് അവിടെ വന്ന് ബാത്റൂമിൽ പോകാം. പിന്നെ നല്ല ചായ ചേട്ടൻ തന്നു. നല്ല കടികളുണ്ട്. വലിയ ഫുഡോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിവതും ആൾക്കാർ കൊണ്ടുവരുന്നത് നല്ലതാണ്. ചായയും ഫുഡും അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവരുന്ന നല്ലതാണ്. കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കൂടെ ഒന്നും ഇവിടെ ഇടാതെ. ഇവിടെ ഇട്ട 5000 രൂപയാണ്. പഴയ 1-2 രൂപയിലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് അതെല്ലാം തിരിച്ചു കൊണ്ടുപോകണം, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണം. ഇതാണ് തടാകം. നമുക്ക് മഴക്കാലത്ത് ഇതെല്ലാം നിറഞ്ഞ് ഒരു വലിയ തടാകമായി ഇവിടെ മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് വന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ തടാകം കാണിച്ചാണ്. ഈ തടാകത്തിൽ കുളിക്കാനുള്ള പടവൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കുളിക്കേണ്ടവർക്കൊക്കെ തടാകത്തിൽ ഇറങ്ങി കുളിക്കാം. ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന തടാകങ്ങളായിട്ടുള്ള ഇത് ഈ വെള്ളം ഒഴുകി പോകാതെ ഒരു ചെക്ക് ഡാം കെട്ടി തടഞ്ഞിരിക്കുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ചെറിയ പുഴ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെക്ക് ഡാം കെട്ടി അത് തടാകമാക്കി മാറ്റിയിട്ടിരിക്കുകയാണ്. വെള്ളം അത്യാവശ്യമാണല്ലോ. ഇപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് കയറി പോവുകയാണ്. തിരിച്ച് കയറി പോകുമ്പോൾ നമുക്കൊരു ചെറിയ അബദ്ധം പറ്റി. നമ്മൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് കയറി പോകുന്നിടത്ത് ആ മെയിൻ റോഡിൽ തന്നെ നമ്മൾ വണ്ടി ഇട്ടിട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ വണ്ടി SUV പോലെയുള്ള വണ്ടികളൊക്കെ അകത്തോട്ടൊരു 1/2 കിലോമീറ്റർ മിച്ചം അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോകാം വ്യൂ പോയിൻറ്റിലോട്ട്. ഒരു പ്രശ്നമില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഇടയുണ്ട്. അവിടുന്ന് പിന്നെ ഓഫ് റോഡ് വരുന്ന സ്ഥലത്ത് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ. ഇത് വണ്ടി നമ്മൾ അവിടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് ഒത്തിരി നടക്കേണ്ടി വരികയല്ല. ഇച്ചിരി നടപ്പ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമുക്കത് മനസ്സിലായിട്ടില്ല. ശരിക്കും നേരത്തെ 1-2 പേരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടെങ്കിൽ അവരൊന്നും ആ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി റോഡ് സൈഡ് ഞങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതിലെ നടന്നകത്തേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുവിധം കൊള്ളാവുന്ന എല്ലാ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറുകളും ആ വ്യൂ പോയിൻറ്റിൻ്റെ മണ്ടയിലേക്ക് കാറ് കയറിപ്പോവും. ഒരുവിധം ഒരു 1/4 കിലോമീറ്ററോളം കയറിപ്പോകും. ആ കയറിപ്പോയതിന് ശേഷം വഴി ഒരു കുഴപ്പമില്ല, നല്ല വഴിയാണ്. കയറിപ്പോയി അവിടെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾ നടന്നു പോയാൽ മതി. അല്ല നിങ്ങൾക്ക് നടക്കാനോ ഇത് ഡ്രഡ്ജൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ഇത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ താഴെ തന്നെ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ഒരു ജീപ്പ് വിളിച്ച് പോവുക. ഇതിൻ്റെ മണ്ടയിൽ പോകാൻ 500 രൂപയെ ജീപ്പിന് ചാർജ് ഉള്ളൂ. കുഴപ്പമില്ല. അവർ ഏറ്റവും മണ്ടയിൽ കൊണ്ടിരിക്കും. നമുക്ക് 1/2 മണിക്കൂർ അവിടെ നമ്മളിതെല്ലാം കാണാനൊക്കെയുള്ള സൗകര്യം അവർ തരും. അതിനുശേഷം നമുക്ക് തിരിച്ചിറക്കി അവർ കൊണ്ടുവന്ന് വിടുകയും ചെയ്യും 500 രൂപയ്ക്ക്. ഇതുകൊണ്ട് ഓരോ ടവർ പോലെ ആ മലയുടെ ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഒന്നല്ല, ഒത്തിരി ടവർ പോലെയുണ്ട്. ഈ ടവറുകളെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധിപ്പിച്ച് ഒരു ഇരുമ്പിൻ്റെ ടവർ പലയിടത്തും ഈ മല ഫുള്ള് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുകൊണ്ട് ഈ കാണുന്ന ടവർ, ഇതെന്ന് പറഞ്ഞാൽ
ഈ മലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3200 അടി ഉയരത്തിലാണ് ഈ മല നിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശങ്ങളിലെ ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇടിവെട്ടുള്ളത്. അതിഭയങ്കരമായ ഇടിവെട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇടുക്കി. അതുപോലെ തന്നെ ഉള്ള സ്ഥലമാണ് കോട്ടയം. ഈ മല തന്നെ രണ്ടായിട്ട് കീറിയാൽ ഒരു സൈഡ് ഇടുക്കി, ഒരു സൈഡ് കോട്ടയമാണ്. ഇതുകൊണ്ടോ താഴെ കൂടെ നമ്മൾ കയറി വന്ന റോഡാണ് ആ കാണുന്ന റോഡുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്ര ഇടിവെട്ടുള്ള ഈ സ്ഥലം ഇത്ര ഉയർന്നു നിൽക്കുന്നിടത്ത് ഭയങ്കരമായിട്ട് ഇടിവെട്ടും. ഇപ്പം നമ്മൾ വലതുവശത്ത് കണ്ട റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ കയറി വരുന്ന റോഡാണ്. 2 റോഡുകളാണ് ഇവിടെ വന്ന് സംഗമിക്കുന്നത്. 2 ജില്ലകളുടെ ഒരു ബോർഡറാണിത്, കോട്ടയത്തിൻ്റെ ഇടുക്കിയുടെ. ഈ മലയെ രണ്ടായിട്ട് മുറിച്ചാൽ പകുതി കോട്ടയത്തിനും പകുതി ഇടുക്കിക്കും വരും. അപ്പോൾ വലതുവശത്തൂടെ കയറി വന്ന ഇപ്പം നമ്മൾ കണ്ട റോഡെന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ നിന്ന് കാഞ്ഞിരങ്കാവിലെ നിന്ന് കയറി വന്ന റോഡും, മറ്റേ സൈഡിലുള്ളത് ഇടുക്കി ജില്ലയുടെ ഇടുക്കിയിൽ നിന്ന്, അതായത് കാഞ്ഞാറ്റിൽ നിന്ന് കയറി വരുന്ന റോഡുമാണ്. കാഞ്ഞാറ്റിൽ നിന്ന് കയറി വരുന്ന റോഡ് കാറുകാർ വരാതിരിക്കുക. അത് ഇച്ചിരിയും കൂടെ കറങ്ങി ഇപ്പുറോട്ട് വന്നിട്ട് ഈ വഴി വരികയാണെങ്കിൽ യാതൊരുവിധ റിസ്ക്കും ഇല്ല, നല്ല സുഖമായിട്ട് കയറിപ്പോരാം. മറ്റേടത്ത് കലുങ്ക് പണിയാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ കലുങ്ക് പണിയേണ്ട സ്ഥലങ്ങളിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, നമ്മൾ ആ കാണുന്നതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ. കണ്ടല്ലോ, ആ മലയ്ക്ക്, ഈ മലയുടെ മണ്ട നിന്ന് നോക്കിയാൽ നല്ല കൃത്യമായിട്ട് ആ ഇലവീഴ പൂഞ്ചിറ കാണാം. 5-6 ജില്ല കാണാം. നമുക്ക് മലങ്കര ഡാം കാണാം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ടായ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാം. അങ്ങനെ പല കാഴ്ചകളും ഇവിടെ നിന്ന് നോക്കിയാൽ. പിന്നെ കാഞ്ഞാറ് വഴി വരുന്നവർക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി മുട്ടൻകാവിലെ നിന്ന് തിരിഞ്ഞ് മുട്ടത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കാഞ്ഞിരങ്കാവിലെ വന്നിട്ട് ആ കാഞ്ഞിരങ്കാവിലെ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന റോഡ് 5-6 കിലോമീറ്ററേ ഉള്ളൂ. അതിലേ കയറി വന്നാൽ നല്ല സൂപ്പർ റോഡാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏത് കൊച്ചു കാറും കയറിപ്പോരും, ഓട്ടോറിക്ഷ വരെ പോരും, ഒരു വിഷയമില്ല. ഇത് കണ്ടോ, ഇതൊരു ടവറാണ്, BSNLൻ്റെ ടവറാണ്. പാനലാണ് വെച്ചിരിക്കുന്നത്. ഒരു 8-9 പാനൽ 2 ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 8-9 പാനലുണ്ട് ഒരിടത്ത്. അങ്ങനെ അത്രയും പാനൽ വെച്ച് അതിനകത്തുനിന്ന് പകൽ സമയത്ത് ബാറ്ററി ചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഓരോ കമ്പികൾ അതിൽ നാടി നിൽക്കുന്നത് എല്ലാം ലൈറ്റ്നിങ് അറസ്റ്റേഴ്സാണ്. ഈ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഇടിവെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കണക്ക് കൂട്ടാൻ പറ്റാത്ത ഇൻഫിനിറ്റി ആയിട്ടുള്ള കറണ്ട് പാസ് ചെയ്യുന്നതിനാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ആക്ട് ആണ്. ഒരു നല്ല ലൈറ്റ്നിങ്ങിൻ്റെ കറണ്ട് എടുത്ത് നമ്മൾ സൂക്ഷിച്ചാൽ ഒരു 10 വർഷത്തേന് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റുന്ന അത്ര കറണ്ട് ഈ ലൈറ്റ്നിങ്ങിൽ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ആ ടവർ. ഇത് കണ്ടോ, ഇതാണ് കമ്പിയൊക്കെ കെട്ടിവെച്ച്. ഇത് കൂട്ട് ഒരു ടവറൊന്നുമല്ല, ഒത്തിരി ടവറുകളുണ്ട്. ഈ ടവറുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം എർത്തിങ് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ടവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്നത്. കാരണം കറണ്ടെന്ന് പറയുന്ന സാധനം 2 മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വോൾട്ടേജിനെ ഭൂമിയിൽ എർത്തായി പോകാൻ വേണ്ടിയിട്ടാണ് അത് വെമ്പൽ കൊള്ളുന്നത്. അപ്പോൾ ഭൂമിയിൽ എത്രയും പെട്ടെന്ന് എർത്തായി പോകാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് ഭൂമിയിലേക്ക് എർത്തായി പോകും. അങ്ങനെ എർത്തായി പോകുന്ന സമയത്ത് ഈ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മനുഷ്യൻ്റെ ദേഹത്തടിച്ചിട്ട് മനുഷ്യ വഴിയാണ് പോകുന്നതെങ്കിൽ അവൻ കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ പോയ ജീപ്പ് എന്ന് പറഞ്ഞാൽ മേളിൽ ആൾക്കാരെ കൊണ്ടുപോയി വിട്ടിട്ട് ഇറങ്ങി വരുന്ന ജീപ്പാണ്. നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മുടെ വണ്ടി കയറ്റിയിടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്ത് വണ്ടി ഇടാവുന്ന സ്ഥലമാണ്. അതുകൂടാതെ കുറച്ചും കൂടെ മേളിലേക്ക് കയറിപ്പോയിട്ട് നമ്മുടെ വണ്ടി കയറ്റിയിടാൻ പറ്റും. അത് കഴിഞ്ഞ് ഓഫ് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. നമുക്കൊരു ടയർ നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് നഷ്ടമാണല്ലോ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മല കയറുകയാണ്. മല കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് മേളിൽ ഇഷ്ടംപോലെ ചെറിയ കാറൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഇടാനുള്ള സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ ഇടയുണ്ട്. ഇന്നിപ്പോൾ ഇച്ചിരി ഈ സമയമായതുകൊണ്ട് സ്വല്പം ആൾ കുറവുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വണ്ടി വന്ന് നിറയും. ഞങ്ങൾ ഉച്ച സമയം നോക്കി തിരഞ്ഞെടുത്തത് നല്ല തെളിവുള്ള അന്തരീക്ഷം കിട്ടാനും നമുക്ക് ദൂരെയുള്ള
ദൂരെയുള്ള കാഴ്ചകൾ കാണാനും ഉച്ചയ്ക്ക് തെളിഞ്ഞ ആകാശം ഉള്ളപ്പോഴാണ് നല്ലതാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോടമഞ്ഞെല്ലാം ഇറങ്ങിയിട്ട് വീഡിയോ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കോടമഞ്ഞില്ലാത്ത നല്ല ദൂരെയുള്ള എല്ലാ ജില്ലകളും നമ്മുടെ ചുറ്റുവട്ടമുള്ള സകല ജില്ലകളും നമുക്ക് കാണാൻ പറ്റുന്ന, ഡാം കാണാൻ പറ്റുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയുള്ള സമയത്താണ് നമ്മൾ ഈ ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിന്റിലേക്ക് കയറിപ്പോകുന്നത്. പിന്നെ ഇത് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ പതുക്കെ നമ്മൾ നടന്ന് കയറി പോകണം. ഇവനാണ് നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റർ. വലിയ കമ്പിയാണ്, ഭയങ്കര കട്ടിയുള്ള കമ്പിയാണ്. അല്ലെങ്കിൽ അത് തന്നെ കരിഞ്ഞു പോകും, അല്ല കമ്പി പോലും കാണുകയില്ല. അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പല പതിപ്പുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ടെങ്കിലും ഈ 2 മാസം മുമ്പ് ഇറങ്ങിയ ഒരു പതിപ്പുണ്ട്. അതൊരുവിധം ക്ലിയറാണ്, നല്ല HD ക്ലാരിറ്റി ഓഡിയോ ഒക്കെ ഉണ്ട്. പഴയ 1 വർഷം മുമ്പ് ഇറങ്ങിയതൊക്കെ ഇച്ചിരി പടം മോശമാണ്, പ്രിൻ്റ് മോശമാണ്. ഇവിടെ ഒരു പയ്യൻ നിൽപ്പുണ്ട്. നമുക്ക് പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ടെങ്കിൽ പറപ്പിക്കാൻ വന്നതാണോ കൊടുക്കാൻ വന്നതാണോ എന്നറിയത്തില്ല. ഒരു പയ്യൻ പട്ടമൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ വെച്ചുവാണി പിള്ളേർക്കുള്ള ചെറിയ കളിപ്പാട്ടങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ റിസോർട്ടുണ്ട്, താഴോട്ടൊരു പുതിയ റിസോർട്ടുണ്ട്. ആ റിസോർട്ട് ഇതാണ്, പൂഞ്ചിറ റിസോർട്ട് എന്ന് പറഞ്ഞ്. അത് അവിടെ പല ട്രക്കിങ്ങും പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ബുക്ക് ചെയ്ത് വന്നാൽ ഇവിടുത്തെ ഈ വൈബും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമയുടെ കാര്യം, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഈ ലൈറ്റ്നിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം ലൈറ്റ്നിങ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണത്. അപ്പം നല്ല മഴക്കാലത്ത് ഇടിവെട്ടൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതിൻ്റെ മണ്ടയിൽ പോകുന്നത് അപകടമാണ്, മഴ വരുമ്പോൾ അപകടമാണ്. ഹായ് ഫ്രണ്ട്സ്, താഴോട്ട് നോക്കിക്കേ. ആ കാണുന്നത് ഇലവീഴ പൂഞ്ചിറ തടാകമാണ്. നമ്മൾ അതിൻ്റെ ഒത്തിരി ഉയരങ്ങളിൽ നിന്നാണ് അതിപ്പോൾ താഴെ കാണുന്നത്. ഇതുകൊണ്ടോ ഇവിടെ മുഴുവൻ ചുറ്റീന്താണ്, അത് തീയിട്ട് കരിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ അടിയിലത്തെ മണ്ണും എല്ലാം നല്ലപോലെ കാണാം. ഇതാ കോട്ടയം സൈഡിൽ നിന്ന് വരുന്ന റോഡാണ്. അത് മലകളിലേക്ക് കയറി പോകുന്നതനുസരിച്ച് അതിൻ്റെ വ്യൂ നമുക്ക് കൂടി വരും. നല്ല രസമാണ്. അങ്ങും അത് ഈ ഒരു മല കാണാം, അതിനപ്പുറം വേറെ മല കാണാം. എന്ത് രസമാണെന്ന് നോക്കി. നല്ല പച്ചപ്പരവതാനി വിരിച്ച പോലെ അതിനിടയ്ക്കോടെ ഒരു തടാകം. ഇവിടെ പാറക്കൂട്ടങ്ങളും ചെറിയ പാറക്കല്ലുകളുമാണ്. അതിനിടയ്ക്ക് മണ്ണ് വളരെ കുറവാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് വെയിലിൻ്റെ കാഠിന്യമൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് ഒത്തിരി ക്ഷീണമൊന്നും വരികയില്ല. ഇതുകൊണ്ടോ തടാകം കാണാം, നല്ല രസമായിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ. തടാകത്തിനപ്പുറത്തോടെ റോഡ് കാണാം. ഉണ്ടോ പാറക്കല്ലുകൾ ഇരിക്കുന്ന കണ്ടോ? ചെറിയ ഒരു മധുര ഉരുണ്ട പാറക്കല്ലുകളാണ്. അതിനിടയ്ക്കോടെ കുറച്ച് മണ്ണൊക്കെയാണ്. ആ മണ്ണിനിടയ്ക്കോടെ ചുറ്റീന്തോ അങ്ങനെയുള്ള സാധനങ്ങളാണ് മുളച്ച് നിൽക്കുന്നത്. അത് പിന്നെ മഴയാകുമ്പം കുറച്ചും കൂടി കിളുത്ത് ഈ പുല്ലുകൊണ്ടുള്ള ഒരു പോതപ്പുല്ലുകൊണ്ടുള്ള ഒരു കാട് പോലെയാകും. വലിയ മരങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇതിനകത്ത് മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ വലിയ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇത് വലിയ പോത പോലെ ഇങ്ങനെ ഈ പുല്ലുകൾ വളർന്ന് നമ്മളെ മൂടിപ്പോകുന്ന രീതിയിൽ വരുമായിരുന്നു. അപ്പം വണ്ടിയും കൊണ്ടൊക്കെ ഓഫ് റോഡ് ആണേലും വരുമ്പോൾ ഈ പുല്ലിനകത്തൂടെയൊക്കെ വേണമായിരുന്നു വരാൻ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കാർക്ക് ഇതിൻ്റെ മണ്ടേ കയറി വരിക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ശരിക്കും അത് പിന്നെ കുറേ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അവരൊക്കെ ചുമ്മാ കമ്പനി കൂടിയും കൂട്ടുകൂടിയൊക്കെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ള പിള്ളേരൊക്കെ രണ്ടും കൽപ്പിച്ച് ബൈക്കേലും നടന്നും ഒക്കെ ഒത്തിരി പിള്ളേർ വന്നിട്ടുണ്ട്. ഭയങ്കര റിസ്കി ആയിരുന്നു, കാരണം അത് ഭയങ്കര റിസ്ക് തന്നെയാണ്. ഇവിടത്തെ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ശരിക്കും ഈ റോഡൊക്കെ ആയിട്ട് നല്ല രീതിയിലൊക്കെ ആയിട്ടൊരു 1.5 വർഷം 2 വർഷത്തോളമൊക്കെ ആയിട്ടുള്ളൂ. പല ആൾക്കാർക്കും ഇവിടെ കയറി വന്നവർ ഇവിടുത്തെ വ്യൂവിനെക്കുറിച്ചും ഇതിൻ്റെ ഭംഗിയെക്കുറിച്ചും ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിനെക്കുറിച്ചും ആ തണുപ്പിനെക്കുറിച്ചും ആ കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു
ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രിയിലായി കഴിഞ്ഞാൽ വെറുതെ കണ്ണടച്ച് കിടന്നാൽ നല്ല സുഖമായിട്ട് ഉറങ്ങിപ്പോകും. നല്ല സുഖം, ഫാനും വേണ്ട, എ സിയും വേണ്ട, ഒന്നും വേണ്ട, നല്ല ക്ലൈമറ്റാണ്, ഭയങ്കര രസമാണെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന ഒരു ചേട്ടൻ. അപ്പം അങ്ങനെയുള്ള ഒരു 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 അവസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് വരാനോ ഒരാൾക്ക് ഇവിടെ വന്ന് താമസിക്കാനോ ഒന്നും ഒരു സംവിധാനമോ ഒന്നുമില്ലാതെ ഒരു മലയുടെ മണ്ടയായിട്ട് കിടന്ന ഈ സ്ഥലത്ത് കയറി വരാൻ ആയിരക്കണക്കിന് ആൾക്കാർ ആഗ്രഹിച്ചെങ്കിലും ഈ ചെറുപ്പക്കാർക്കും അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ള പിള്ളേർക്കും മാത്രമേ വരാൻ പറ്റുള്ളൂ. അതിനാണ് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നത്. ഏത് പ്രായമുള്ളവർക്കും ഇന്ന് ഞാൻ ഇവിടെ കയറിയപ്പോൾ കണ്ടു 10-70 വയസ്സുള്ള ആൾക്കാരൊക്കെ ജീപ്പയിൽ ഇതിൻ്റെ മണ്ടയിൽ കയറിപ്പോയി ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ആസ്വദിക്കുന്നതും ഞാൻ കണ്ടു. അപ്പം ഇവിടെ വെഹിക്കിൾസിനുള്ള ഉള്ള സ്ഥിതി ഉണ്ടോ, കല്ലുകളൊക്കെ നല്ല രീതിയിലൊക്കെ അല്ല പാകിയെല്ലാം എടുത്തതാണ്. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ വലിയ മഴ വരുമ്പോൾ നല്ല കുത്തൊഴുക്ക്. നമ്മുടെ ഇവിടുത്തെ മഴയുടെ പ്രത്യേകത ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയാമല്ലോ. ഭയങ്കരമായിട്ട് കുത്തൊഴുക്കുണ്ടായി ആട്ടിപ്പാറിച്ച് കല്ല് പാകിയിരിക്കുന്ന കല്ലെല്ലാം ഇളക്കി മറിച്ചിട്ടിരിക്കുകയാണ്. അതിനകത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദുഃഖ വെള്ളിയാഴ്ച മല കയറുന്നത് ഓർത്ത് അങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ ഈ പറയുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. എന്നാണേലും ഇങ്ങനെ കയറി പോവുകയാണ്. അതിൻ്റെ ടോപ്പിലെത്താറായി. ടോപ്പിൽ ചെന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ വ്യൂ ഭയങ്കര രസമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ആ തണുത്ത കാറ്റും ആ ഒരു എന്നാ വലിയ വേർക്കത്തൊന്നുമില്ല. നമ്മൾ ഭയങ്കര സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ തോന്നി. അത് ശരിക്കും സൂര്യാസ്തമനമൊക്കെ കഴിഞ്ഞ് വേണമായിരുന്നു അവിടുന്ന് പോരാൻ. ഇതിപ്പോൾ നമ്മൾ ടോപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയും വേണേൽ കുറച്ചുകൂടെ കയറി അങ്ങ് പോകാം. അപ്പം സൂര്യാസ്തമനമൊക്കെ കഴിഞ്ഞ് പോരാൻ വേണ്ടി ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ സൂര്യാസ്തമനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിപൊളി ഒരു സൂര്യാസ്തമനം നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. പരുന്തുംപാറയിലെ സൂര്യാസ്തമനം അത് നല്ല രസമാണ്. ഇതിലും ഭയങ്കര രസമുള്ള ഇതിൻ്റെ അവസാനം ഞാൻ ഇത് ലിങ്ക് ഇട്ടേക്കാം. അതിൻ്റെ പരുന്തുംപാറ ഭയങ്കര രസമുള്ളതാണ്. അവിടെ പോകാത്തവരെന്നാണേലും ഇതിനേക്കാളും രസമായിട്ട് പോയി ഈസി ആയിട്ട് ഒട്ടും നമുക്ക് ഓഫ് റോഡ് ഇല്ലാതെ, ഇവിടെ ഇച്ചിരി ഓഫ് റോഡിൽ കൂടെ കയറിപ്പോയാലേ നമുക്ക് ഇതുപോലെ ടോപ്പിലെത്താൻ പറ്റുള്ളൂ. ഓഫ് റോഡിൽ ഒരിക്കലും ഓഫ് റോഡിൽ പോകാതെ നമുക്ക് വണ്ടിയിൽ ഫുള്ള് ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് ഈ പരുന്തുംപാറ എന്ന് പറയുന്നത്. അവിടെ പോകാത്തവർ തീർച്ചയായിട്ടും പോകണം. പ്രായമുള്ള അമ്മച്ചിയെ അപ്പച്ചനെ ഒക്കെ കൊണ്ടുപോയി അവിടുത്തെ സൂര്യാസ്തമനം ഒന്ന് കാണിക്കണം, അവിടുത്തെ കാറ്റൊന്ന് കാണിക്കണം, അവിടെ പരുന്ത് പറന്ന് നടക്കുന്നു ഒന്ന് കാണിക്കണം. ഭയങ്കര രസമാണ്. അതുമായിട്ടും വേറൊരു വ്യത്യസ്തമായ സ്ഥലമാണ് ഇത്. ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നിനോട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഗതി. അപ്പം ഇതാണ് കാണുന്നതാണ് ടോപ്പ് സെക്ഷനിൽ നമ്മുടെ പോലീസിൻ്റെ വയർലെസ് സജ്ജീകരണം ചെയ്തിരിക്കുന്ന ആ വീടാണ്, ആ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷെ അതൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിടുന്നില്ല. അതൊക്കെ സെക്യൂരിറ്റി റീസൺസ് ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളൂ. നമ്മൾ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതുകൊണ്ടോ തടാകത്തിന് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് 3, 4, 5, 6 അതിൻ്റെ അപ്പുറം വേറെ മല, അങ്ങനെ എല്ലാ മലകളാലും ചുറ്റപ്പെട്ട് മതിൽ പോലെ നിന്ന് അതിന് ഇടയ്ക്ക് കുഴിയിലാണ് ഈ തടാകം ഇരിക്കുന്നത്. കണ്ടോ, കുഴിയിലാണ് ഇരിക്കുന്നത്. നമ്മളതിൻ്റെ ഇങ്ങേ വശത്തെ മലയിൽ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങേ വശത്തെ ലെഫ്റ്റ് സൈഡിൽ ആ മൂടൽമഞ്ഞ് പോലെ കാണുന്ന അതാണ് ഇടുക്കി സൈഡ്. ഇടുക്കി കാഞ്ഞാറ് ആ ഭാഗമാണത്. എൻ്റെ ഇങ്ങേ സൈഡിൽ ഇതുകൊണ്ടോ താഴെ ഒത്തിരി താഴെ കണ്ടോ, അത് കാഞ്ഞാറ് ആയിട്ട് വരും. അവിടെയാണ് മലങ്കര ഡാമൊക്കെ ഉള്ളത്. എൻ്റെ ഇപ്പുറം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. കണ്ടോ, അത് ഒത്തിരി താഴെ മുട്ടം ടൗണ്, തൊടുപുഴ, മലങ്കര ഡാം. അങ്ങോട്ട് അകലേക്ക് നോക്കിയേ കണ്ടോ, അതാണ് എറണാകുളം. ഇവിടെ എറണാകുളമാണ്. അങ്ങനെ ഒരു പ്രദേശം മൊത്തം നമുക്ക് ഒരു 5 ജില്ലകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ആ വശത്തേക്കും ഈ കോട്ടയം സൈഡിലേക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മലങ്കര ഡാമിൻ്റെ അങ്ങേ വശത്തുള്ള മലയാണ്. ആ മലയുടെ കുറച്ചപ്പുറം അങ്ങോട്ട് നീങ്ങിയാണ് തൊടുപുഴ ടൗണ്. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ നീളത്തിൽ കിടക്കുന്ന അതാണ് മലങ്കര ഡാം.
തൊടുപുഴയാറ് തടഞ്ഞു നിർത്തി കെട്ടിയേക്കുന്ന ഡാമാണ് മലങ്കര ഡാം. ഇതിൻ്റെ ആരംഭത്തിൽ അങ്ങേ തലക്കലാണ് മൂലമറ്റം. ആ മൂലമറ്റം ആ ഭാഗമാണ് അവിടെ കാണുന്നത്. മൂലമറ്റം അശോക കവലയുടെ മുകളിലാണ് ഹണി റോസിൻ്റെയൊക്കെ വീട്. ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം, അല്ലെങ്കിൽ താഴോട്ട് പോകും. വലിയ കൊക്കയാണ്. അതിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് വന്നാൽ നമുക്ക് നെടുമ്പാശ്ശേരി, അങ്കമാലി, എറണാകുളം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചെറിയൊരു മൂടൽമഞ്ഞുണ്ട്. അതും അതിനപ്പുറം കണ്ടോ എത്ര മലയാണ്. ഓരോ കുന്നുകളുണ്ട്, ഓരോ വലിയ മലകളാണ്. അങ്ങേയറ്റത്ത് കണ്ടോ എറണാകുളം നമുക്ക് കാണാം, അങ്കമാലി കാണാം. കണ്ടോ ചെറിയ ചെറിയ കല്ലുകളാണ് ഈ മലകൾ നിറച്ച്. മണ്ണ് വളരെ കുറവാണ്. അതിനിടയ്ക്കോടെ ഇത് കണ്ടോ, ഇതാണ് ചുറ്റീന്ത്. പിന്നെ പോതപ്പുല്ലുകളുണ്ട്. കല്ലുകളെല്ലാം ഇത് നല്ലപോലെ പാകിയേക്കുന്നതാണെന്ന് തോന്നുന്നു, പാകി നടക്കാൻ ഉള്ള സൗകര്യത്തിന്. ഈ പുറകെ വരുന്ന കുട്ടികൾ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മേളത്തെ വ്യൂസ് എല്ലാം കണ്ട് നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ സൂര്യാസ്തമനത്തിന് നിൽക്കുന്നില്ല. ശരിക്കും നമുക്ക് എൻട്രൻസ് പ്രൊഹിബിറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. ഇവിടെ നമ്മളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് ഇച്ചിരി വെയിറ്റൊക്കെ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇതിപ്പം ഇത് ഈ കാണുന്നതാണ്, അതിൻ്റെ റെഡ് റോഡാണത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ സംഗതി എല്ലാം കണ്ട് നല്ല സന്തോഷമായിട്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ സൈഡിൽ കൂടെ ശരിക്കും അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സൈഡിൽ കൂടെ ആൾക്കാർ കയറും. വണ്ടിയൊന്നും കയറ്റാൻ പിടിയല്ല. ആൾക്കാർ നടന്ന് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ കയറിപ്പോയ ഏറ്റവും കാഴ്ചയിൽ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കയറി പോകുന്നതിനൊന്നും അവരൊന്നും പറയാറില്ല. പിന്നെ പോലീസിൻ്റെ സെക്യൂരിറ്റിക്ക് അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത് നമുക്കറിയാമല്ലോ, നമ്മൾ പ്രത്യേകം പറയണ്ട. ഇതാണ് അതിൻ്റെ റോഡ് വെച്ച് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള സമൂഹത്തിൻ്റെ നാനാ വിധത്തിലുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട് അവിടെ. എല്ലാ വിധത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. ശരിക്കും ഇവിടെയാണ് ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണെന്ന് മാത്രം. അങ്ങോട്ട് കയറി പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിൽ കൂടിയ വ്യൂ ഒന്നും അവിടെ കാണാനില്ലെന്ന് മാത്രം. ഇവിടെ കൊണ്ട് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ കൂടിയ വ്യൂകളൊന്നും അവിടെ കയറി പോയിട്ടും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലെന്ന് മാത്രം. അവർ നമുക്ക് ചില ഡിസ്റ്റർബൻസ് ചെയ്യാത്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി പടിപടിയായിട്ട് കണ്ടതും കേട്ടതും ആയ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ആൾക്കാർ പതുക്കെ വന്നു കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരിച്ച് വന്നു കൂടി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സമയം കുറച്ചും കൂടെ സന്ധ്യ ആകുന്നതുകൊണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് രാവിലെ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലുവാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ വെള്ളം മസ്റ്റാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറയ്ക്കുകയോ തിന്നുകയൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഈ കൊണ്ടുവന്ന സാധനങ്ങളുടെ പ്ലാസ്റ്റിക് കൈ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുകൊണ്ടാൽ മതി. ഇവിടെയൊന്നും വിടരുത്. ഭയങ്കര ഫൈനാണ്. ഞാൻ ഒരിക്കൽ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇതിൻ്റെ വൈബ് ഒന്ന് ആസ്വദിക്കണം. ഒരു സന്തോഷ സൂചകമായിട്ട് മക്കളെയും കാരണവന്മാരെയും പിള്ളേരെയൊക്കെ കൂട്ടി ഒന്ന് വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഇപ്പം അതിന് പറ്റിയ സമയമാണ്. മഴയില്ല, വെയിലില്ല, മഴയില്ല, ഇടിയില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം വരാൻ പറ്റിയ നല്ല ക്ലിയറായിട്ട് കാലാവസ്ഥ. അതിൻ്റെ മണ്ടയിൽ നിന്ന് സകല വ്യൂസും ഈ പറഞ്ഞ 4-5 ജില്ല കാണാമെന്ന് പറഞ്ഞ ജില്ലകളും കാര്യങ്ങളും ഒക്കെ കാണാവുന്ന നല്ല തണുത്ത കാറ്റുള്ള ഒരു പ്രദേശമാണ്. ഞങ്ങളൊരു ഉച്ച സമയത്ത് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു വീഡിയോ കിട്ടിക്കോട്ടെ, വീഡിയോ നല്ല ക്ലാരിറ്റി കിട്ടിക്കോട്ടെ. അല്ല, ഈ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വ്യൂവിനൊരു ചെറിയ പ്രശ്നം വരും. ഇപ്പം തന്നെ ഉണ്ടല്ലോ, ദൂരത്തെ വ്യൂ കാണുമ്പോഴെല്ലാം മഞ്ഞ് സ്വല്പമായിട്ട് കോടമഞ്ഞ് കയറി നിൽപ്പുണ്ട്. അങ്ങനെയുള്ളൊരു വിഷയം വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെ അത് പൂർണ്ണമായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളങ്ങനെ ഈ ടൈമിൽ വന്നത്. അപ്പോൾ പക്ഷേ നിങ്ങൾ വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പ്ലാനില്ലാത്ത ആൾക്കാർ വരുമ്പോൾ വൈകുന്നേരം വന്ന സൂര്യാസ്തമനമൊക്കെ കണ്ട് പോകുന്നത് ഒരു വല്ലാത്ത ഫീല് തന്നെയാണ്. അവിടുത്തെ കാറ്റും, കൂട്ടുകാരൊക്കെ കൂട്ടി വരാം, ഫാമിലിയായിട്ട് വരാം, മറ്റേ അയൽവക്കംകാർ, അത് എങ്ങനെയുള്ളവരാണേലും നമുക്ക് മനസ്സിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരുടെ കൂടെ വേണേലും നമുക്കിവിടെ വരാവുന്നതാണ്. ഒന്ന് വരേണ്ടതാണ്, ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഇത് കോട്ടയം ജില്ലക്കാർക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ റോഡ് നല്ല ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വന്ന് ഇത് ആസ്വദിച്ച് കണ്ടിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ് രാവിലെയോ വൈകിട്ടോ വരിക. ഉച്ച സമയത്തും വന്നുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി വെയിൽ കൊള്ളേണ്ടി വരുമെന്നല്ലാതെ കുറച്ചുകൂടെ കാഴ്ച അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നി. നല്ല കാഴ്ചയുണ്ട്. നല്ല കാരണം മൊത്തം ഇപ്പോൾ പുല്ലെല്ലാം ഇങ്ങനെ തീയിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. റിയലായിട്ടും ഈ ഈ ഈ ഇലവീഴ പുഞ്ചിറ എന്ന് പറയുന്ന ഈ മലയുടെ വ്യൂ പോയിൻ്റ്, ഏറ്റവും നല്ല വ്യൂ പോയിൻറ്റിൻ്റെ റിയലായിട്ടുള്ള, അതായത് ഈ പൊന്തം പുല്ലൊക്കെ പറന്ന് നിൽക്കുമ്പോൾ ഈ ശരിക്കും ഈ പാറ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ റിയലായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജീപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളോർക്കും കയറിപ്പോകാനാണ് ബുദ്ധിമുട്ടുന്നത്, പക്ഷേ കയറിപ്പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഇറങ്ങി വരാനാണ്. ഇറങ്ങി വരുമ്പോൾ നമ്മൾ താഴെ നല്ലപോലെ നോക്കി ഇറങ്ങി വന്നില്ലേ മൂഞ്ഞിയും കുത്തി വീഴും. ഒന്നാമത് പൊടി, നല്ല പൊടിയാണ്. ഈ പൊടിക്കകത്താകുമ്പോഴത്തേക്കും ചെരുപ്പ് തെന്നാനുള്ള ചാൻസ് വളരെയധികമാണ്. അപ്പോൾ പൊടിയിൽ നമ്മൾ തെന്നി വീഴാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓരോ കല്ലിൽ നിന്നും ഓരോ കല്ലിലോട്ട് ചവിട്ടി വേണം ഇറങ്ങി വരാൻ. അല്ലാതെ ചുമ്മാ തോന്നിവാസം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ താഴെ കിടക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇച്ചിരി സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ അത് നിലത്ത് നോക്കുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം വ്യക്തത സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ഓടിയത്. അപ്പം ആ വീഡിയോ ഇറങ്ങി വരുമ്പോൾ അത് നോക്കി പോകുന്നില്ലെങ്കിൽ നമ്മൾ വീഴാതെ നോക്കണമല്ലോ, രണ്ടും നോക്കണമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മരങ്ങളെല്ലാം കരിഞ്ഞു തുടങ്ങി, ഉള്ളതെല്ലാം കരിഞ്ഞു, എല്ലാത്തിനും തീയിട്ടു. ഇച്ചിരിയുള്ള ഒരു സാധനം പോലും ഇല്ല. ഒറിജിനൽ മുട്ടക്കുത്ത്. ഇതാണ് മുട്ട അടിച്ച ഒരു പുല്ല് പോലും ഇല്ലാത്ത കുന്ന്. പൊന്തയും കുറേ പുല്ലുമൊക്കെ ഉള്ളൂ. ഇതല്ല, വേറെ ഒന്നുമില്ല, മരങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിത് കമ്പോസ്റ്റായിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മണ്ണിട്ട് ഇത് മൂടുകയോ ചെയ്യാം. ഇങ്ങനെ നിരത്തി ഇടാതെ അത്ര അത്യാവശ്യമുള്ള കുപ്പിയും കൊണ്ട് പോകുന്നവർക്ക് വേണമെങ്കിൽ അവിടെ കളഞ്ഞിട്ട് പോരാം. അതിനായിട്ട് അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കുഴിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല. അതിനകത്ത് അത് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അത് ഇനി വെള്ളം വീണ് വല്ലതും കുഴിയായതാണോ എന്നും എനിക്കറിയില്ല. എന്താണേലും അവിടെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഇടാവുന്നതാണെങ്കിൽ ഇടാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ പറയാൻ. BSNL ടവർ കാണാം. നമ്മൾ റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. जाते हैं आपके दो रुखसारों पर,
അങ്ങനെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചു ഇത് കയറാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. എന്നാൽ അവിടുത്തെ ആ ക്ലൈമറ്റിൻ്റെ ആ ഓക്സിജൻ, മരങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ഓക്സിജൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കയറിപ്പോയി കേട്ടോ. നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആർക്കും ഇപ്പോൾ കയറാം, എൻ്റെ പ്രായമുള്ളവർക്കും സുഖമായിട്ട് കയറിപ്പോവാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മടി തോന്നുന്നുണ്ടെങ്കിൽ ജീപ്പേ പോവാം. ജീപ്പേ പോകുന്നതിനേക്കാളും ഞാൻ നോക്കിയിട്ട് നടന്നു പോകാൻ നല്ലേ. കാരണം ജീപ്പ് എടുത്തടിച്ച് ഉള്ള ഓഫ് റോഡിൽ നമ്മൾ അതിലും പോയി മുട്ടി ഇതിൽ കൂടുതൽ പ്രയാസം വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റർ. ഇത് കണ്ടോ, ഭയങ്കര മുറ്റ് കമ്പിയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വർക്കാണ് കേട്ടോ അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ആരും താഴോട്ട് പോകാതെയും എല്ലാം ഫുള്ള് നെറ്റും എല്ലാം ആഡ് ചെയ്ത് കണ്ടോ. സോളാർ പാനൽ 15 സോളാർ പാനൽ ഒരു സൈഡിൽ, പുറകിലും ഉണ്ട് ഒരു 15 എണ്ണം. അപ്പോൾ അത്രയും സോളാർ പാനൽ വെച്ചിട്ട് സോളാറിൽ നിന്നാണ് ഈ ടവർ വെച്ചിട്ട്. അതിന് കറണ്ട് ലൈനൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ബാറ്ററി ചാർജ് ആയിട്ട് വർക്കാവുന്നത് കൊള്ളാം. പകൽ മുഴുവൻ നേരെ ഡയറക്റ്റ് സോളാറിൽ നിന്നാവും, രാത്രി ബാറ്ററി എന്നെടുക്കും. അപ്പോൾ അങ്ങനെയാണ് സംഗതികൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ താഴേക്ക് എത്തി, നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. അപ്പം ശരിക്കും എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കാണുക, ഒരു രസമുണ്ട്. ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ളവരുണ്ട്, എല്ലാം എനിക്കറിയാം. എന്നാലും ഇപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റ് ചേഞ്ചാണ്, നല്ലൊരു കാലാവസ്ഥയുണ്ട്, നല്ലൊരു വ്യൂസ് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. മഴയില്ല, പൊന്ത മുഴുവൻ കത്തിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് സാഹചര്യം നല്ല അനുകൂലമാണ്. അപ്പം ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇനി വേറൊരു 360 ക്യാമറയിലൂടെ വീഡിയോ ഇതുപോലെ പല രീതിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത് അടുത്ത ദിവസം തന്നെ ഇട്ട് തരാം. അതും എല്ലാവരും ഒന്ന് കാണുക. അത് വേറൊരു രീതിയിലുള്ള വ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. ഈരാറ്റുപേട്ടയിൽ കാഞ്ഞിരങ്കാവിലെ വഴി ഒരു ബസ് വരുന്നുണ്ട്, വിനോദയാത്ര എന്ന് പറഞ്ഞ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നാൽ തോന്നുന്നു. ഇതുകൊണ്ട് വിനോദയാത്ര, ഇത് KSRTCയുടെ ബസ്സാണ്. അതിലിപ്പോൾ വന്ന ആൾക്കാരാണ്. പിന്നെ വേറെ ബസ്സുകളും എല്ലാം ഇഷ്ടംപോലെ വണ്ടികളും എല്ലാം വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു സമയം ഒരു 4:30 ആയെന്ന് തോന്നുന്നു. 4:30 സമയമായി. എല്ലാവരും ആൾക്കാർ കൂടുതൽ വന്നു തുടങ്ങി. ചായ ഒരെണ്ണം കുടിക്കണമെന്ന് വിചാരിച്ച് അതുപോലെ നടക്കാതെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങി പോരുകയാണ്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ KSRTCയുടെ വിനോദയാത്ര എന്ന് പറഞ്ഞ സർവീസുണ്ട്. മിക്കവാറും അത് ഈരാറ്റുപേട്ടയിൽ നിന്നായിരിക്കും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകാത്തവരെല്ലാം ഒന്ന് പോയി ആസ്വദിക്കട്ടെ. Thank you for watching.